കാടിന്റെ നടുവിൽ നൂറ്റാണ്ടുകളായി അടഞ്ഞുകിടക്കുന്ന ഒരു തുരങ്കം തുറന്ന നിമിഷം മുതൽ എല്ലാം മാറി. ആദ്യ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് ഒരു ഭീകരമായ തുടക്കം മാത്രമായിരുന്നു. ഇപ്പോഴാണ് യാഥാർത്ഥമായ പേടി തുടങ്ങുന്നത്. ആ തുരങ്കത്തിൽ നിന്ന് പുറത്തു വന്നത് ആരാണ്? രഹസ്യങ്ങളും ഭീതിയും നിറഞ്ഞ ബേതാൾ സീരീസിന്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം ബാരക്കിന്റെ അകത്തേക്ക് കടക്കാൻ വേണ്ടി ശ്രമിക്കുന്ന വിക്രമിനെയും കൂട്ടരെയും അവർക്ക് നേരെ വെടിവെക്കാൻ നിൽക്കുന്ന സോംബി സോൾജേഴ്സിനെയുമാണ് നമ്മൾ കണ്ടത്. സെക്കൻഡ് എപ്പിസോഡ് നമുക്ക് അവിടെ നിന്ന് തന്നെ തുടങ്ങാം. തുരങ്കത്തിനുള്ളിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ വിക്രത്തിന്റെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. അവൻ കണ്ടതെല്ലാം സത്യമാണോ അല്ലയോ എന്ന് വിക്രത്തിന് മനസ്സിലാകുന്നേ ഇല്ല. എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എല്ലാവരും അവനോട് എന്താണ് സർ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും സോംബി സോൾജേഴ്സ് അവർക്കെതിരെ വെടിവെച്ചിരുന്നു. ആ വെടിയേറ്റ് അജിത്തിന്റെ ഭാര്യ ശകുന്തള തത്സമയം മരിച്ചു വീഴുന്നു. സാൻവി അതുകൊണ്ട് പേടിച്ചലറുന്നുണ്ട്. എല്ലാവരും ഭയങ്കര ഭയന്നിരിക്കുകയാണ്. ഇതുകൊണ്ട് DC ആലുവാലിയ വേറൊരു വഴിയുമില്ലാതെ ബാരക്കിന്റെ വാതിൽ ഗൺഷോട്ട് ഉപയോഗിച്ച് തകർക്കുന്നു. പരിക്കേറ്റവരെയും മരിച്ച ശകുന്തളയുടെ ബോഡിയും അവർ ബാരക്കിനുള്ളിൽ എത്തിക്കുന്നു. എല്ലാവരും ബാരക്കിനുള്ളിൽ കയറി വാതിലുകളെല്ലാം അടച്ച് സെക്യൂർ ചെയ്യുകയാണ്. ഇതിനിടയിൽ മരിച്ച ശകുന്തളയുടെ ഡെഡ് ബോഡിയും കൊണ്ട് പുനിയും അച്ഛനും ബാരക്കിന്റെ ആർമറിയിൽ കയറി വാതിലടയ്ക്കുന്നു. ശകുന്തളയുടെ ഡെഡ് ബോഡി കാണാത്തത് കൊണ്ട് സാൻവി കരയുന്നു. അപ്പോൾ അജിത് വിക്രമിന്റെ അടുത്ത് ആ ഡെഡ് ബോഡി നോക്കാൻ വേണ്ടി പറയുന്നു. ഡെഡ് ബോഡി പുനിയെയാണ് കൊണ്ടുപോയെന്ന് മനസ്സിലാക്കിയ വിക്രം അവരുടെ അടുത്ത് പോയി വാതിൽ തുറക്കാൻ പറയുന്നുണ്ടെങ്കിലും അവർ വാതിൽ തുറക്കുന്നതേ ഇല്ല. ആലുവാലിയ ബാരക്കിന് ചുറ്റും ബോഡി ക്യാം ഫിറ്റ് ചെയ്യുന്നുണ്ട്. വിക്രം അതിലൂടെ നോക്കുമ്പോൾ അടുത്തെങ്ങും സോംബി സോൾജേഴ്സിന്റെ ഒരു അനക്കവുമില്ല. പരിക്കേറ്റ ചന്ദ്രനും ത്രിപാഠിയും മരിച്ചിരുന്നു. ഹക്കിന് ബോധം വന്നപ്പോൾ ആ ഗുഹയിൽ നടന്നതൊന്നും അവന് ഓർമ്മയേയില്ല. ബുന്നു അജിത്തിന്റെ അടുത്ത് ഇവിടെ നക്സൽ ഒന്നുമില്ല, ബ്ലാസ്റ്റ് തങ്ങളാണ് ചെയ്തതെന്ന് പറയാൻ വേണ്ടി പറയുന്നുണ്ട്. അത് കേട്ട അജിത്ത് തങ്ങൾക്ക് പ്രശ്നമുണ്ടാകുന്ന ഒരു കാര്യവും ചെയ്യണ്ട എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ സാൻവി കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. വിക്രം ഒഴികെ ബാസ്കോഡിലെ എല്ലാവരും തങ്ങളെ ആക്രമിക്കുന്നത് നക്സൽസ് ആണെന്നാണ് വിചാരിക്കുന്നത്. മസ്കർ റൗണ്ട് എന്ന ഒരു പഴയതരം ബുള്ളറ്റുകളാണ് അവർ ഉപയോഗിക്കുന്നത്. അക്ബർ വിക്രമിന്റെ അടുത്ത് പറയുന്നുണ്ട്. കമാൻഡർ ത്യാഗിയാകട്ടെ ഭയങ്കര ഷോക്കിൽ ഒന്നും മിണ്ടാതെ ഇരിക്കുകയാണ്. വിക്രം ആ ടണലിൽ കണ്ടതിനെ കുറിച്ച് ത്യാഗിയോട് സംസാരിക്കുന്നുണ്ട്. അവൻ കണ്ടത് തന്നെയാണോ ത്യാഗിയും കണ്ടതെന്ന് ചോദിക്കുന്നു. ത്യാഗിയെ എന്തോ പൊസസ് ചെയ്ത പോലെയാണ് അവർ പെരുമാറുന്നത്. വിക്രം വാക്കി ടോക്കിയിലൂടെ ഒരു ഡിസ്ട്രസ് കോൾ വിളിച്ച് വേറൊരു ടീമിനോട് ഹെൽപ്പ് ചോദിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആ വോക്കി ടോക്കിയിൽ നിന്ന് ഒരു റെസ്പോൺസും കിട്ടുന്നില്ല. കുറച്ച് സമയത്തിനുള്ളിൽ വേറൊരാളുടെ സൗണ്ട് അതിൽ നിന്ന് കേൾക്കുന്നു. അയാൾ സാൻവി അയാൾക്ക് കൊടുക്കണമെന്നും കൊടുത്തില്ലെങ്കിൽ എല്ലാവരും മരിക്കുമെന്നും പറയുന്നു. ഇത് കേട്ട വിക്രം സാൻവിയെ ഒരു റൂമിലിരുത്തിയതിനു ശേഷം ഹക്കിനോട് അവളെ നോക്കാൻ പറയുന്നുണ്ട്. പരിക്കേറ്റ ഹക്കിന്റെ അവസ്ഥ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകാരണം അവൻ ഒട്ടും ഓക്കെയായി ഫീൽ ചെയ്യുന്നില്ലായിരുന്നു. മരിച്ച ചന്ദ്രന്റെയും ത്രിപാഠിയുടെയും ബോഡി പരിശോധനയ്ക്കായി അവർ ബാത്റൂമിലേക്ക് മാറ്റിയിരുന്നു. യാദവ് ബോഡി പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഡെഡ് ബോഡികൾ യാദവിന്റെ പിന്നിൽ വന്നു നിൽക്കുന്നത് നമുക്ക് കാണാം. അതിനുശേഷം ഒരു ഗൺഷോട്ടിന്റെ ശബ്ദം കേട്ട് എല്ലാവരും പോയി നോക്കുന്നു. അവിടെ യാദവ് മരിച്ചു കിടക്കുകയും അയാളുടെ ഇൻഡസ്റ്റൈൻസ് എല്ലാം പുറത്തു കിടക്കുന്നതുമാണ് അവർ കാണുന്നത്. യാദവിനെ ആ ഡെഡ് ബോഡീസ് അറ്റാക്ക് ചെയ്തപ്പോൾ അയാളും അവരെ പോലെ ആകാതിരിക്കാൻ വേണ്ടി സ്വയം ഷൂട്ട് ചെയ്ത് മരിച്ചതാക്കാം. ആ ബാത്റൂമിൽ ചന്ദ്രന്റെയും ത്രിപാഠിയുടെയും ബോഡീസും മിസ്സിംഗ് ആയിരുന്നു. ശകുന്തളയുടെ ഡെഡ് ബോഡി പുനിയെയും അച്ഛനും കൊണ്ടുപോയതുപോലെ ചന്ദ്രന്റെയും ത്രിപാഠിയുടെയും ഡെഡ് ബോഡിയും അവർ കൊണ്ടുപോയിട്ടുണ്ടാകുമെന്ന് എല്ലാവരും വിശ്വസിക്കുന്നു. വിക്രം പുനിയെയും അവളുടെ അച്ഛനും ഇരിക്കുന്ന റൂം ബലം പ്രയോഗിച്ച് തുറക്കാൻ ശ്രമിക്കുമ്പോൾ പുനിയ വാതിൽ തുറന്ന് വിക്രമിനെ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നു. അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കില്ല എന്ന ധാരണയിൽ വരികയും അവിടെ എന്താണ് നടക്കുന്നതെന്ന് പുനിയ വിക്രമിന് പറഞ്ഞു കൊടുക്കാനും തുടങ്ങുന്നു. ശകുന്തളയുടെ ബോഡി പുനിയ ആണികൾ കൊണ്ട് അടിച്ചു വെച്ച് അവരുടെ മുഖം മൂടി വെച്ചിരിക്കുകയാണ്. ഈ നടക്കുന്നതിന്റെ എല്ലാം കാരണം കേണൽ ലേൻടോക്ക് ആണെന്നാണ് പുനിയുടെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാവുന്നത്. അയാളാണ് ബേതാൾ. അയാളുടെ പ്രതിമയാണ് ഈ സീരീസിന്റെ തുടക്കത്തിൽ ഇവർ ആരാധിച്ചു കൊണ്ടിരുന്നത്. 1857 കലാപത്തിൽ മരിച്ച ലേൻടോക്കും ആർമിയും ആ തുരങ്കം തുറന്നതോടെ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. ജീവിച്ചിരുന്നതിനേക്കാൾ 10 മടങ്ങ് ശക്തിയോടെ സോംബീസ് ആയിട്ടാണ് അവർ പുനർജനിക്കുന്നത്. ലേൻഡോക്കിന്റെ ആർമിയുടെ, അതായത് സോംബി സോൾജേഴ്സിന്റെ തോക്കിൽ നിന്ന് വന്ന ബുള്ളറ്റ് ഏറ്റവരും അവരുടെ കടിയേറ്റവരും ഒരു ഇൻഫെക്ഷൻ ഇരയാകും. അങ്ങനെ ആ ഇൻഫെക്ഷൻ ഇരയായാൽ അതിനുശേഷം അവർ ഓട്ടോമാറ്റിക്കലി ലേൻഡോക്കിന്റെ ആർമിയിൽ ജോയിൻ ആകും. അതുകൊണ്ടാണ് ചന്ദ്രന്റെയും ത്രിപാഠിയുടെയും ഡെഡ് ബോഡീസ് മരിച്ച ശേഷവും നടക്കാൻ തുടങ്ങിയത്. അതുപോലെ തന്നെ കടിയേറ്റ ഹക്കിന്റെ ഉള്ളിലും ഈ ഇൻഫെക്ഷൻ സ്പ്രെഡ് ആയി തുടങ്ങിയിരുന്നു. അങ്ങനെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ആയിട്ടുള്ള ആളുകളുടെ മനസാക്ഷി മരിക്കുകയും സോള് കറക്റ്റ് ആകുകയും ചെയ്യും. ആ ബാരക്കിലേക്ക് ഇപ്പോൾ ആ സോംബി സോൾജേഴ്സിനൊന്നും കയറാൻ സാധിക്കുകയില്ല എന്ന് പുനിയ പറയുന്നു. പുനിയ ആ ബാരക്കിന് ചുറ്റും ഒരുതരം ഭസ്മം കൊണ്ടൊരു കവചം വരയ്ക്കുകയും വൈക്കോൽ കൊണ്ടുള്ള ഡമ്മികൾ കത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ക്യാമറയിലൊന്നും സോംബി സോൾജേഴ്സിനെ കാണാത്തത്. എല്ലാവരും കാട്ടിൽ തന്നെ ഒളിച്ചിരിക്കുകയാണ്. പുനിയ ഈ ബാരക്കിലുള്ള ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഡെഡ് ബോഡീസ് ഒക്കെ കത്തിച്ചു കളയാൻ വിക്രമിനോട് പറയുന്നുണ്ട്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ബാക്കിയുള്ളവരെല്ലാം മരിക്കുമെന്നും അവൾ പറഞ്ഞു. ഇതെല്ലാം കേട്ട വിക്രമിന് അവൾ പറയുന്നതെല്ലാം സത്യമായി തോന്നി. കാരണം വിക്രമും ആ ടണലിനുള്ളിൽ ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്തിരുന്നല്ലോ. വിക്രം പുനിയുടെ കയ്യിൽ നിന്ന് മണ്ണെണ്ണ വാങ്ങി യാദവിന്റെ ഡെഡ് ബോഡി കത്തിക്കുന്നുണ്ട്. പുനിയ
പുനിയ പറഞ്ഞ കാര്യങ്ങൾ വിക്രം ബാക്കിയുള്ള എല്ലാവരോടും പറയുമ്പോൾ അവന് ഭ്രാന്തായി എന്ന് എല്ലാവരും പറയുന്നു. വിക്രം പറയുന്നത് കേൾക്കാതെ 15 മിനിറ്റിനുള്ളിൽ ബാരക്കിൽ നിന്ന് പുറത്തു കടന്ന് രക്ഷപ്പെടാൻ അവർ തീരുമാനിക്കുന്നുണ്ട്. കാരണം എല്ലാവരും ഇപ്പോഴും ഇതൊക്കെ നെക്സൽസ് ചെയ്തതാണെന്നാണ് വിചാരിക്കുന്നത്. ഇതിനിടയിൽ അജിത് വോക്കി ടോക്കിയിലൂടെ ഒരു വോയിസ് മെസ്സേജ് അയക്കാൻ ശ്രമിക്കുന്നുണ്ട്. അയാൾ ഒരു ഡീൽ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ത്യാഗി ഒരു ബുക്ക് വായിക്കുന്നത് അയാൾ കണ്ടു. ആ ബുക്ക് ത്യാഗി അജിത്തിന് കൊടുക്കുന്നു. ആ ബുക്ക് ലേണ്ടോക്ക് എഴുതിയതായിരുന്നു. അത് വേതാളത്തെ കുറിച്ചുള്ള ഒരു ബുക്കായിരുന്നു. വിക്രം ഹക്കിനെ സാൻവിയുടെ റൂമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുന്നു. എന്നിട്ട് ഹക്കിന് ഒരു ഇഞ്ചക്ഷൻ കൊടുത്ത് അവനെ ബോധം കെടുത്താൻ ശ്രമിക്കുമ്പോഴേക്കും അക്ബർ അവിടെ വന്ന് അവനെ അടിച്ചിടുന്നു. ഹക്കിന്റെ സിറ്റുവേഷൻ മോശമായി തുടങ്ങിയിരുന്നു. അവൻ ബ്ലഡ് ഛർദ്ദിക്കാൻ തുടങ്ങുകയും കേണലിന്റെ വരുതിയിലാവുകയും ചെയ്തു. അതേസമയം സാൻവിയുടെ റൂമിൽ ചന്ദ്രനും ത്രിപാഠിയും സാൻവിയെ ആക്രമിക്കാൻ എത്തുന്നുണ്ട്. ബാത്റൂമിൽ കെട്ടിയിട്ട നിലയിലുണ്ടായിരുന്ന വിക്രം അവിടെ നിന്ന് രക്ഷപ്പെട്ട് സാൻവിയെ സോംബികളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുന്നു. സാൻവിയെ രക്ഷിക്കാൻ വേണ്ടി പുനിയും വിക്രമിന്റെ കൂടെ നിൽക്കുന്നുണ്ട്. വിക്രമിന് സാൻവിയെ കാണുമ്പോൾ പാസ്റ്റിലുള്ള ആ പെൺകുട്ടിയാണ് ഓർമ്മ വരുന്നത്. വിക്രം സാൻവിയുടെ അടുത്ത് അവൾക്കൊന്നും സംഭവിക്കില്ല എന്നും അവളെ അവൻ രക്ഷിച്ചോളാമെന്നും പറയുന്നുണ്ട്. എല്ലാവരും അവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വിക്രം അവിടെ വന്ന് തങ്ങളെ നക്സൽസ് അല്ല ആക്രമിക്കുന്നത്, മറിച്ച് സോംബികളാണ് അറ്റാക്ക് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. ഹക്ക് ഇൻഫെക്റ്റഡ് ആണെന്ന് പറഞ്ഞിട്ടും ആരും വിശ്വസിക്കുന്നില്ല. പൊസസ്ഡ് ആയ ഹക്ക് വന്നിട്ട് അക്ബറിന്റെ അടുത്ത് എല്ലാവരെയും വെടിവെച്ചു കൊല്ലാൻ പറയുന്നുണ്ട്. കേണലിന്റെ ആജ്ഞ അനുസരിച്ചിട്ടാണ് അവൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. വിക്രം ഹക്കിന്റെ പൾസ് ചെക്ക് ചെയ്യാൻ പറയുന്നുണ്ട്. ഹക്കിന്റെ പൾസ് ചെക്ക് ചെയ്താൽ അവൻ മരിച്ചെന്ന് മനസ്സിലാക്കാം. അക്ബർ ഹക്ക് പറയുന്നത് വിശ്വസിച്ച് തന്റെ കസിനെ പ്രൊട്ടക്ട് ചെയ്യുകയാണ്. എല്ലാവരുടെയും ഇടയിൽ ഇതിനു വേണ്ടിയിട്ട് വാഗ്വാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുനിയ ഒരു ഭസ്മം എടുത്ത് ഹക്കിന്റെ ശരീരത്തിലേക്ക് ഇടുന്നുണ്ട്. ആ ഭസ്മം ശരീരത്തിൽ പറ്റിയതോടെ അവന്റെ മുഖം പൊള്ളുകയും അവൻ സോംബി രൂപത്തിലെത്തുകയും ചെയ്തു. എന്നിട്ട് അവൻ സ്ക്വാഡിലുള്ള ഒരാളെ കടിച്ചു കൊല്ലുകയാണ്. അപ്പോൾ വിക്രം ചാടി വീണ് ഒരു തുണി കൊണ്ട് അവന്റെ കണ്ണു മൂടി കെട്ടുന്നു. ബാക്കി എല്ലാവരും വന്ന് ഹക്കിനെ പിടിച്ചു വെക്കുന്നുണ്ട്. ഒരാൾ പിടിച്ചാൽ മാത്രം അവനെ തടയാൻ സാധിക്കുന്നില്ല. അത്രമാത്രം ശക്തിശാലിയാണ് സോംബിയായി മാറിയ ഹക്ക്. പുനിയ വിക്രമിന് ഒരു കയർ എറിഞ്ഞു കൊടുക്കുകയും ആ കയർ വെച്ച് എല്ലാവരും കൂടി അവനെ കെട്ടിയിടുകയും ചെയ്യുന്നു. അപ്പോഴേക്കും ആകാശത്ത് ഇടിവെട്ടി തുടങ്ങി. അധികം വൈകാതെ മഴയും തുടങ്ങിയിരുന്നു. അതോടുകൂടി ബാരക്കിന്റെ കറണ്ടും പോയി. പുറത്ത് സോംബികളെ അകറ്റി നിർത്താൻ വേണ്ടി രക്ഷയ്ക്ക് വരച്ച ഭസ്മം മഴയത്ത് ഒഴുകി പോകുന്നത് നമുക്ക് കാണാം. ആ മഴ കാരണം വൈക്കോൽ കൊണ്ടുണ്ടാക്കിയ ഡമ്മിയും അണഞ്ഞു തുടങ്ങി. അപ്പോഴേക്കും പുറത്ത് സോംബി ആർമിയുടെ ഒരു പടയാളി യുദ്ധത്തിന് മുന്നോടി എന്ന പോലെ ചെണ്ട കൊട്ടി സിഗ്നൽ കൊടുക്കുന്നത് കാണാം. ഇതോടുകൂടി ബാരക് എന്ന ഈ രണ്ടാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ആദ്യത്തെ എപ്പിസോഡിൽ നിന്ന് രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് വന്നപ്പോൾ കഥ മുറുകി തുടങ്ങിയിരിക്കുന്നു. ഇനിയുള്ള എപ്പിസോഡുകളിൽ കേണലിന്റെ ശക്തികളും പുകമറ നീക്കി വരുന്ന കുറെ രഹസ്യങ്ങളും കാണാം. അടുത്ത ആകാംക്ഷഭരിതമായ എപ്പിസോഡുമായി വരുന്നതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.